ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 6 മണിയാണ് കേട്ടോ സമയം. ഇന്ന് ആദ്യമായിട്ട് മാൽഫിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് February 8th. അപ്പോൾ അവർ ഇന്ന് ഇവിടേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വരും. സോ നമ്മൾ ഇവിടെ സർപ്രൈസ് ആയിട്ട് അവർക്ക് കേക്കും ഗിഫ്റ്റും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആൽഫിൻ പ്ലാൻ ചെയ്താണ് ഞങ്ങളായിട്ട് എന്തൊക്കെ. അപ്പോൾ ഞാനിത് എവിടെയാണ് ജസ്റ്റ് ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ അവർ വരുമ്പോൾ എനിക്ക് ക്യാൻഡിലും കൂടെ കത്തിച്ചിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് സർപ്രൈസ് ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇനി ലൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് ക്യാൻഡിലും കൂടെ കത്തിക്കാൻ വരുന്നു. അവരോട് എത്തിയ സൗണ്ട് കേട്ടു ഞാൻ ഓട്ടോടെ. സർപ്രൈസ്. ഹാപ്പി ആനിവേഴ്സറി. അതൊക്കെ എത്രയായി? വെട്ടൂടണ്ടോ? ഹാപ്പി ആനിവേഴ്സറി. കൈയിടിക്കും സത്തോ. ഞങ്ങൾ ആരും പല്ല് വെച്ചിട്ടില്ല. ഇപ്പൊ കേറ്റാത്തതാ. ഇല്ല എന്റെ സർപ്രൈസ് ചീറ്റി പോയി. നേരെ വന്നപ്പോ ഡെലിവറി പോയി. ഒരുമാതിരി ഇവിടെ ഫുള്ള് മെഴുകുതിരി എത്തിച്ചേക്കാം. ഞങ്ങൾ തൽക്കാലം ഞങ്ങളുടെ കയ്യിലുള്ള അതുകൊണ്ട് വേഗം എടുക്കാൻ പറ്റും. അയ്യോ, ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് മറ്റിച്ചോണാണല്ലോ ദൈവമേ. എടി വേറെ ഞാൻ വിചാരിച്ച ഡ്രസ്. അതെ, ഒരു വെറൈറ്റി കേട്ടോ. ബാക്കി നമ്മുടെ കയ്യിലുള്ള കളറല്ലേ, ഇതാണ് ഇല്ലാത്തൊരു കളർ. ഇതാണ് എൻ്റെ ഏറ്റവും വിഷമമുള്ള സാധനം, കളറ്. അല്ല, പേപ്പർ ആയാലും നമുക്ക് ഒരു വിഷമല്ലേ, ഭംഗിയുള്ള കവറ്. കൊണ്ടേക്കോ. എടീക്കിത് ഡൗട്ട് ഉണ്ട്, പാകാവൂ. ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു.
ആ അല്ല ഇത് ആ കറുത്ത എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇതല്ല മറ്റേത് അതിൽ കയ്യുണ്ട് അതിന്റെ കയ്യുണ്ട് അകത്ത് കയ്യുണ്ട് അത് വേറെ നിർത്തി നോക്കിയേ എനിക്ക് ഡൗട്ട് ഉണ്ട് അത് അതിന്റെ. പിന്നെ അങ്ങനെ സർപ്രൈസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചത് തന്നെ 3 മണിയായിട്ടോ. കാരണം എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 5:15 മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ബുക്ക് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അങ്ങനെ എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തു. പ്രകമ്പനായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ മൂവി ഏതാ എന്താ ആക്ടേഴ്സ് ആരാ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. എന്തായാലും നമ്മൾ അതിൽ ബുക്ക് ചെയ്തു 5:15 പത്മയിൽ. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒതുക്കി ധൃതി പിടിച്ച് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ 4 പേരുള്ളത് കൊണ്ട് തന്നെ ക്യാബ് വിളിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ നമ്മൾ മെട്രോ വിളിച്ച് പോകുന്നതിനേക്കാളും ബെറ്റർ ഇവിടെ നിന്ന് തന്നെ ക്യാബ് വിളിച്ച് പോകുന്ന തോന്നി. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ക്യാബ് വിളിച്ചിട്ട് പട്ന വരെ പോയി. അവിടെ പോയപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ധൃതി പിടിച്ച് പോയെങ്കിലും കുറച്ച് നേരത്തെ എത്തി. പിന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടോ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തല്ല നമ്മളുടെ സീറ്റുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ താഴോട്ട് പോയി. വീണ്ടും ബാക്ക് സൈഡിൽ അത് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി കേട്ടോ. അവിടെയും ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ മൂവി കാണാൻ കയറി. കിടിലം മൂവിയാണ് കേട്ടോ. ചിരിച്ച് ഉപ്പാടിളകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കോമഡി മൂവീസൊക്കെ. ചിരിക്കാനും എൻ്റെ കൂടെ മൂവി ഇങ്ങനെ എന്താ പറയുക നല്ല ചിരിക്കാനുള്ള മൂവിയൊക്കെ കാണാൻ എൻ്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുടെ കാര്യം പോക്കാം. ഞാൻ ഈ ചിരിക്കുന്നതിൻ്റെ കൂടുതൽ അവരെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അടിക്കും ചിരിക്കും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യും കേട്ടോ. എന്തായാലും നമ്മൾ മൂവിയൊക്കെ കണ്ട് പ്രതീക്ഷിക്കാണ്ട് കയറിയതുകൊണ്ട് തന്നെ എനിക്കറിയുന്നു പ്രതീക്ഷിക്കാണ്ട് കയറി കഴിഞ്ഞാൽ നല്ല മൂവി ആയിരിക്കുന്നു. എന്തായാലും നല്ല മൂവിയായിരുന്നു. കിടിലം മൂവി. ഒരു രോമാഞ്ചം എഫക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ മെട്രോ പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. കാരണം ഇപ്പം തന്നെ ടൈം 8-8:30 ആ സമയമായി. ഗൈസ് നമ്മൾ പ്രകമ്പനം മൂവി കണ്ടു. നല്ല മൂവിയാണ് കേട്ടോ. കിടിലം മൂവി. കുറച്ച് ചിരിച്ച് അയ്യോ വയ്യാണ്ട് നല്ല മൂവിയാണ്. ഒരു പ്രതീക്ഷയില്ലാണ്ട് ഏതാ മൂവിന്ന് പോലും അറിയാണ്ട് വന്ന കേട്ടോ. നല്ല മൂവിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല ചിരിക്കാനുണ്ട്. ശകലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൃഷ്ണയാണ്. ഇനി നമ്മൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ച് ചാച്ചു പറഞ്ഞു.